പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇന്നേ ദിനം രാവിലെ മുതൽ തന്നെ അനുഗ്രഹിക്കാൻ ദിവ്യകാരുണ്യ ഈശോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ കർത്താവായ യേശുവിനെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനായി കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ ഭയങ്ങൾ വിട്ടുമാറും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ ആകുലതകൾ വിട്ടുമാറും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ രോഗബാധിതമായ നിങ്ങളുടെ കോശങ്ങൾ സൗഖ്യമുള്ളതായിട്ട് മാറും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധി പ്രകാശിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാനുള്ള കൃപ കിട്ടും. നിങ്ങളുടെ അകാരണ ഭയങ്ങളും ദുഃഖങ്ങളും വിഷാദങ്ങളും നിരാശകളും വിട്ടുമാറും. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന കുരുക്കഴിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. കുരുങ്ങിക്കിടക്കുന്ന കച്ചവടങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അഴിഞ്ഞു പോകും. കാരണം പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ കെട്ടുകൾ അഴിക്കപ്പെടും, അവിടെ സ്വാതന്ത്ര്യമുണ്ടാകും. അവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സ്വാതന്ത്ര്യമുണ്ടാകും. നമ്മളെ കെട്ടിയിരിക്കുന്ന ചരടുകളും കയറുകളും ചങ്ങലകളും കരിഞ്ഞ ചണനൂൽ പോലെ ചിതറപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനായി ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുക, പരിശുദ്ധാത്മാവിനെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ സങ്കടങ്ങളിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ അനുദിനമുള്ള ബന്ധനങ്ങളിലേക്ക് കൊണ്ടുവരിക. വർഷങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യ ബന്ധനങ്ങളിലേക്ക്, പാരമ്പര്യ രോഗങ്ങളിലേക്ക്, പാരമ്പര്യ തകർച്ചകളിലേക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചു കൊണ്ടുവരിക. പരിശുദ്ധാത്മാവ് എവിടെ പ്രവേശിക്കുന്നുവോ അവിടെ പ്രകാശമുണ്ടാകും. ഇരുള് വിട്ടുമാറും, നമ്മുടെ സങ്കടങ്ങൾ മാറും, നമ്മുടെ കോപം മാറും, കലഹം മാറും, നമ്മുടെ മേലുള്ള ബന്ധനങ്ങൾ, മദ്യത്തിൻ്റെ, ലഹരിയുടെ, വ്യഭിചാരത്തിൻ്റെ, വഴക്കിൻ്റെ, വെറുപ്പിൻ്റെ, തകർച്ചകളുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ ഏറ്റവും വലിയ വഴിയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഈശോ വിളിച്ചത് സഹായകനെന്നാണ്. നമുക്ക് സഹായം ആവശ്യമുള്ളപ്പോഴാണ് ഹെൽപ്പർ കടന്നു വരുന്നത്. അവൻ ഹെൽപ്പറാണ്, നമ്മുടെ സഹായകനാണ്. ഊരാക്കുടുക്കുകളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, പെടുമരണങ്ങളിൽ നിന്നും, നിരന്തരമുള്ള അപകടങ്ങളിൽ നിന്നും, ജോലി തടസ്സങ്ങളിൽ നിന്നും, കല്യാണ തടസ്സങ്ങളിൽ നിന്നും, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിൽ നിന്നും, കലഹങ്ങളിൽ നിന്നും, മരവിപ്പുകളിൽ നിന്നും, പ്രാർത്ഥനയില്ലായ്മകളിൽ നിന്നും, വിശ്വാസക്കുറവുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് നമ്മുടെ ധൈര്യമാണ്. പരിശുദ്ധാത്മാവ് പുതിയ ആത്മവിശ്വാസം നൽകും. പരിശുദ്ധാത്മാവ് മുഖത്ത് പ്രകാശം നൽകും. പരിശുദ്ധാത്മാവ് കണ്ണുകൾക്ക് പ്രകാശം നൽകും. പരിശുദ്ധാത്മാവ് ക്യാൻസർ മാറ്റും. പരിശുദ്ധാത്മാവ് ട്യൂമർ മാറ്റും. പരിശുദ്ധാത്മാവ് അലർജി മാറ്റും. പരിശുദ്ധാത്മാവ് മുട്ടുവേദനയുടെ വേദന മാറ്റും. പരിശുദ്ധാത്മാവ് ഒറ്റപ്പെടലുകൾ മാറ്റും. പരിശുദ്ധാത്മാവ് ഭർത്താവിൻ്റെ തെറ്റായ ബന്ധങ്ങളും മദ്യപാന ബന്ധനങ്ങളും അഴിച്ചു കളയും. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ മക്കൾ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. പരിശുദ്ധാത്മാവ് അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്നവനാണ്. നമ്മൾ ചോദിച്ചാൽ മതി, പരിശുദ്ധാത്മാവിനെ കിട്ടും. നമ്മൾ എളിമയോട് ചോദിക്കണം. എളിമയോട് ചോദിക്കുമ്പോൾ നമുക്ക് തുറവി കിട്ടും. പെന്തക്കോസ്തയുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ എളിമയോടുകൂടി മാറാനാത്ത കം ലോർഡ്, പരിശുദ്ധാത്മാവെ വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു.
ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതവും രൂപാന്തരപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണം. ഇരുള് മാറാൻ, ബന്ധനമഴിയാൻ, കെട്ടുകളഴിയാൻ, ശാപങ്ങൾ മാറാൻ, കൂടോത്രങ്ങൾ നിർവീര്യമാകാൻ, അങ്ങനെ എല്ലാ അസ്വസ്ഥതകൾ മാറാൻ പരിശുദ്ധാത്മാവിനെ വീട്ടിലേക്ക് ക്ഷണിച്ച്, പരിശുദ്ധാത്മാവിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച്, പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ തിരുവചനമാണ്. വചനം പറയുക, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുക. ഈ ലോകത്തിൽ മറ്റൊന്നിനും, സമ്പത്തിനോ സുഖങ്ങൾക്കോ വസ്തുവകകൾക്കോ വാഹനങ്ങൾക്കോ ഒന്നിനും സമാധാനം തരാനായിട്ട് സാധിക്കില്ല. ആയതിനാൽ ശാശ്വതമായ സമാധാനം നിങ്ങൾ കണ്ടെത്തേണ്ടത് കർത്താവിലാണ്, യേശുവിലാണ്, ദിവ്യകാരുണ്യത്തിലാണ്. ഇതാ ഈ വചനം പറയണ കേട്ടോ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, പലവിധ പ്രയാസങ്ങളുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതായത് ഈശോ ലോകത്തെ കീഴടക്കി, എന്നിട്ട് നമുക്ക് ജീവൻ ഉണ്ടാകാൻ, അതേ സമൃദ്ധമായി ഉണ്ടാകാൻ അവ കുരിശിൽ കിടന്ന് തൻ്റെ ശ്വാസം, തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് വർഷിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും പ്രഭാവത്തിലും കരുത്തുള്ളവരാകാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളിച്ച മക്കളെ, വിളിച്ച് എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് വിളിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അജയശക്തിയുടെ ഉൽപാദക, പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന് രാജാവേ, സദാ വിജയം നേടുന്ന ജേതാവേ, അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു, പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു, ശത്രുവിൻ്റെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിച്ച് കൃപാവരം നൽകി അങ്ങയുടെ വാത്സല്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഞ്ഞുതുള്ളി കൊണ്ട് പവിത്രീകരിച്ച് ഈ മക്കളെ ഭയങ്ങളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും, തിന്മയുടെ അരൂപികളിൽ നിന്നും വിടുവിച്ച് ഈ മക്കളെയും അവരുടെ പറമ്പിനെയും അവരുടെ കുടുംബത്തെയും ഞെരുക്കുന്ന, തകർക്കാൻ ശ്രമിക്കുന്ന നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ദൈവജനത്തിൽ നിന്നും വിട്ടുപോകാൻ എൻ്റെ പൗരോഹിത്യം ഉപയോഗിച്ച് ഞാൻ കൽപ്പിക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു. ബന്ധനങ്ങളെ, തിന്മകളെ, തടസ്സങ്ങളെ, ആവിചാരങ്ങളെ, കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, നെഗറ്റീവ് എനർജികളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഈ ദൈവജനത്തെ വിട്ടുപോകുക. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ, അത്ഭുതകരമായ ലിബറേഷൻ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച ജൂൺ 1-ാം തീയതി നമുക്കറിയാം സ്കൂൾ ആരംഭിക്കുകയാണ്, പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. അതിനു മുന്നോടിയായി 26-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം എല്ലാ വിദ്യാർത്ഥികൾക്ക് അവിടെ ഒരു പുതിയ അധ്യയന വർഷ ആരംഭ പ്രാർത്ഥനയാണ്. മക്കളെല്ലാ വീട്ടുകാരോട് ചേർന്ന്, എല്ലാ കുടുംബാംഗങ്ങളോട് ചേർന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് അവരുടെ മേലുള്ള പഠന തടസ്സങ്ങൾ, അവരുടെ മേലുള്ള പഠന വൈകല്യങ്ങൾ, അവരുടെ ബുദ്ധിയുടെ മേലുള്ള ബന്ധനങ്ങൾ, അത് നിരന്തരമുള്ള രോഗങ്ങൾ, അവരുടെ എല്ലാ തളർച്ചകളെ എടുത്തു മാറ്റുന്ന ശുശ്രൂഷയാണ് അടുത്ത ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ആഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് ഞാൻ പ്രത്യേക നേതൃത്വം കൊടുക്കുന്നുണ്ട്.
നിങ്ങളെല്ലാവരെയും അടുത്ത ചൊവ്വാഴ്ച ഈ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറിയ തോ സിഞ്ഞോറെ തിയദോറിയാമോ സിഞ്ഞോറെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.